രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. 400ഓളം മനുഷ്യരുടെ ജീവൻ അപഹരിക്കുകയും 100-ലധികം പേരെ കാണാതാവുകയും ചെയ്ത ഈ മഹാദുരന്തത്തോട് കേന്ദ്ര സർക്കാർ കടുത്ത നീതി നിഷേധമാണ് കാട്ടുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട്. കേരളം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചു. വയനാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ തുകകൾ അനുവദിച്ചപ്പോൾ കേരളത്തിന് കേന്ദ്രം നൽകിയത് വട്ടപൂജ്യമാണ്. പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമ്പോൾ സഹായം പ്രഖ്യാപിക്കും എന്നായിരുന്നു ആദ്യം BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. സന്ദർശനം കഴിഞ്ഞ് നാളുകൾ ഏറെയായിട്ടും ഒന്നും ഉണ്ടായില്ല. വിവേചനം ബോധ്യപ്പെട്ട കേരള ഹൈക്കോടതിയും സഹായത്തുക എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രത്തോട് ചോദിച്ചു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നും കേരളത്തിന് സഹായം അനുവദിക്കില്ല എന്നും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായും സാമ്പത്തികമായും കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ മോദി സർക്കാർ തുടരുമ്പോഴാണ് സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരോടുള്ള കണ്ണിൽ ചോരയില്ലാത്ത ഈ വിവേചനം. മുമ്പ് പ്രളയബാധിതർക്ക് നൽകാൻ അനുവദിച്ച അരിക്ക് വില ഈടാക്കുകയും രക്ഷാപ്രവർത്തനത്തിനുള്ള ഹെലികോപ്റ്ററിന് വാടക ഈടാക്കുകയും ചെയ്തിരുന്നു. ഇത്രയേറെ വൈരാഗ്യം പുലർത്താനും മാത്രം എന്ത് തെറ്റാണ് മലയാളികൾ ചെയ്തിട്ടുള്ളതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുക തന്നെ വേണം.